Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് തകർന്ന വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്ന നടപടികൾ വേഗത്തിലാണെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. ഇതുവരെ 203 വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന പൂർത്തിയാക്കി. നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും റവന്യൂ വിഭാഗവും സംയുക്തമായാണ് നിലവിൽ പരിശോധനകൾ നടത്തുന്നത്. മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് എത്രയും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്ക് ധാരാളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓട് വീടുകൾ പൂർണ്ണമായും പിന്നെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 203 വീടുകൾ അതിൻ്റെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിങ്ങും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റവന്യൂ വിഭാഗവും ചേർന്നാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചതനുസരിച്ച് കൊണ്ടുള്ള സഹായം ഈ പിന്നെ വീടുകളിലേക്ക് ലഭ്യമാക്കുന്നതിനാവശ്യമായ നിലയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടേക്ക് പിന്നെ മറ്റേ ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മതിൽ പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരമ്പൊക്കെ തന്നെ പൊട്ടിച്ച് JCB ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നഷ്ടം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നിലയിൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ദുരന്തത്തെ നേരിടാൻ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്ന വീടുകളുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും അർഹമായ സഹായം ഉറപ്പാക്കുമെന്നും സേവ്യർ ചിറ്റലപ്പള്ളി MLA പറഞ്ഞു.